10:30 ആയപ്പോഴാണ് അവൾ ഇളയ മരുമോൾ വിളിക്കുന്നത്. ആരുമില്ലായിരുന്നു, അവൾ അങ്ങോട്ട് പോയേക്കുമായിരുന്നു, അപ്പുറത്ത് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയേക്കുമായിരുന്നു. അന്നേരമാണ് പറയുന്നത്. അന്നേരം 9:30 ആയപ്പോൾ അവൾ പോയി. 10:30 ആയപ്പോൾ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അമ്മ ഇങ്ങോട്ട് വരേണ്ടപ്പോഴേ കുഞ്ഞിനെ കൊണ്ട് ഞാൻ നിൻ്റെ അമ്മയെ കൊന്നിട്ടേക്കുമെന്ന്. അയാൾ തന്നെ വിളിച്ച് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇയാളിത് ചെയ്യുമെന്ന് നമുക്ക് ഒരു ഊഹം ഉണ്ട്. എന്ന് വെച്ചാൽ എന്തുവാ, ഇങ്ങനെ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നിന്നെ വെട്ടിക്കൊല്ലും അവളെ ഞാൻ വെട്ടിക്കൊന്നിട്ടേക്കുവാണ്. അപ്പോഴേ അത് കേട്ടപ്പോഴേ അവർ ഓടി വന്ന് നോക്കിയപ്പോൾ അല്ല, അയാൾ ഇവിടെ ഇല്ല. അവർ വന്നപ്പോൾ അയാൾ ഇവിടെ ഇല്ല. അയാൾ സ്റ്റേഷനിൽ പോയി. ഇല്ല, ഒരിക്കലും ഇല്ല. അയാൾക്ക് ഒരു മാനസിക രോഗവും ഇല്ല എന്ന് പറയാൻ കാര്യം, ഇന്നലെ വൈകിട്ടും ഞങ്ങളിവിടെ ഒരു 6:30 വരെ ഞങ്ങളിവിടെ ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു വ്യക്തിയെ ഒരു മാനസിക രോഗവും അയാൾക്കില്ല. അതിൻ്റെ പേരിൽ ഇനി ഇയാളെ വെറുതെ വിടാൻ ആ ഒരു കാര്യം പറഞ്ഞ് ദയവ് ചെയ്ത്, ഞങ്ങൾ ബന്ധുക്കൾക്ക് അറിയാവുന്നതിൻ്റെ അത്രയൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. അയാൾക്ക് ഒരു മാനസിക രോഗവും ഇല്ല. മാനസിക രോഗം ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇയാൾ എന്തെങ്കിലും ഈ വീട്ടിൽ കാണിക്കുന്ന ഈ നാട്ടുകാരെങ്കിലും കണ്ടിട്ടുണ്ടാവണം. അങ്ങനെ പോലും ഒരു കാര്യങ്ങൾ ഈ വീട്ടിന് വെളിയിലോട്ട് ഒരു ഒച്ചപ്പാടോ ബഹളോ കേൾക്കാറില്ല. പിന്നെ ഇയാൾ എന്തിൻ്റെ അർത്ഥത്തിൽ ഇയാൾ മാനസിക രോഗിയാന്ന് പറയുന്നത്? ഒരിക്കലും ഇല്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ആരും പറയാൻ പാടില്ല. ആരും ചാനലിൽ പോലും ആരും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രയോഗിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ലേബലിൻ്റെ പേരിൽ അയാളെ വെറുതെ വിടാൻ പാടില്ല. അത്രയ്ക്ക് ക്രൂരമായിട്ട് അയാൾ ചെയ്തേക്കുന്നത്. ഒരു ഭാര്യമാരും ഭർത്താക്കന്മാരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കത്തില്ല. അത്ര ഒന്ന് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ പറയത്തില്ല എൻ്റെ ഭർത്താവ് അടിച്ചതെന്ന്. ഇപ്പോഴും അവർക്ക് ഒരു ശകലം ശ്വാസം ഉണ്ടെങ്കിൽ അവർ പറയും എൻ്റെ ഭർത്താവ് ചെയ്തതല്ല എന്ന് പറയും. അത്രയ്ക്ക് സ്നേഹമുള്ളൊരു സ്ത്രീയാണ്. പ്രകോപനം 2 മാസം മുമ്പ് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി. അവരെ ഉപദ്രവിക്കുകയും എടുക്കുകയും ചെയ്തപ്പോൾ മരുമോള് ഫോണിനകത്ത് വീഡിയോ എടുത്ത് കാണിച്ചതുകൊണ്ട് മാത്രം അവരെ ഏൽക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഏൽക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് ആങ്ങളമാരോട് പറഞ്ഞു, ഈ അമ്മയുടെ ആങ്ങളമാരോട് പറഞ്ഞപ്പം വലിയച്ഛനൊക്കെ വന്ന് ചോദിക്കാൻ വന്നതിൻ്റെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നീ എന്നെ ഇന്നലെ പറഞ്ഞെന്ന് മരുമോളാ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞത് ഇന്നലെ മെനഞ്ഞാന്ന് ഓണത്തിന് എന്തോ പറഞ്ഞു, നിന്നെ ഞാൻ ഇനി അടിക്കത്തില്ല എന്നൊരു ധാരണ നിനക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കണേ, അത് നിൻ്റെ വിജയമാണെന്ന് വെക്കണ്ടാന്ന്. അപ്പോൾ ഇയാൾ എന്നെ കരുതി കൂട്ടിയിരിക്കുന്ന ഒരു കാര്യം ഇത് ചെയ്യണം എന്നുള്ളത്. അയാൾക്ക് ഒരു മാനസിക രോഗവുമില്ല. മാനസിക രോഗമെന്ന് ആരും ദയവ് ചെയ്ത് പറയരുത്. പറഞ്ഞ് മദ്യപാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1.5 മാസം കൊണ്ട് മദ്യപാനം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ കോംപ്രമൈസിന് ശേഷം. ഇപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഇളയാടെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു കുഴപ്പമില്ലാതെ നല്ല സന്തോഷമായിട്ടിരുന്നു. പിന്നെ ആരും ഇവരെ വിളിക്കരുത്, നമ്മുടെ ബന്ധുക്കൾ ആരും വിളിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാ, ഇവരെ ഉപദ്രവിക്കുകയും ഇടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ബന്ധുക്കൾ അറിയരുത്. അതുകൊണ്ട് മാത്രം. തീർച്ചയായിട്ടും 100% അത് തന്നെ. ഇയാൾ എന്നേ കരുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മെനഞ്ഞാന്ന് അത് പറയേണ്ട കാര്യമില്ല. ഇനി നിന്നെ അടിക്കത്തില്ല, ഞാൻ അടിക്കേണ്ട ഒരു സാഹചര്യം വരത്തില്ല, അടിക്കത്തില്ല. നിന്നെ അടിക്കത്തില്ല എന്നൊരു ധാരണ നിനക്കൊണ്ടേ അങ്ങ് മാറ്റിയേക്ക്. ഇനി അടിക്കുകയല്ല ചെയ്യുന്നത്, അതീ വലുതാ ചെയ്യുന്നതെന്ന് മെനഞ്ഞാന്നും പറഞ്ഞതാണ്.